ഇത് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവമാണ് കപ്പ കടു വറുത്തത് കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ ഷെഫ് പപ്പയാണ് കേട്ടോ. അന്നേരം ആദ്യമേ ചീനച്ചട്ടി വെച്ചിട്ട് കടുക് ഇടുകയാണ്. അല്ല, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടുകയാണ് കേട്ടോ. സോറി. കടുക് പൊട്ടിയിട്ട് ഇത് നമ്മൾ മീഡിയത്തിലുള്ള കപ്പയാണ് എടുത്തേക്കുന്നത് കേട്ടോ. കപ്പ നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് ആദ്യമേ. എന്നിട്ട് അതിനുള്ള വേണ്ടുന്നത് പച്ചമുളക്, കറിവേപ്പില, സവാള, കൊച്ചുള്ളി. പിന്നെ കൊച്ചുള്ളിയാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഇതിന്. അത് നമുക്ക് ഇതാട്ടോ വഴറ്റാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ ഇടാൻ, കപ്പയുടെ കൂടെ. കൊച്ചുള്ളിയാണ് ഒന്നുകൂടെ ടേസ്റ്റ് വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഉണ്ടായിരുന്നത് സവാളയാണ്, അതുകൊണ്ട് സവാള ഇട്ട് കേട്ടോ. കൊച്ചുള്ളി ഒന്നുകൂടെ നല്ല ടേസ്റ്റ് വരുന്നത്. അങ്ങനെ സവാള ഇട്ടു, കൊച്ചുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു, പച്ചമുളകും ഇട്ടു. അടി പൊട്ടി കഴിഞ്ഞിട്ട് ഇനി അത് വഴറ്റണം, നല്ലപോലെ വഴറ്റണം കേട്ടോ. ഇത് ഒന്ന് മൊരിയണം, ഒത്തിരി മൂത്ത് പോകരുത്. സവാളയൊന്ന് മൊരിഞ്ഞാൽ മതി കേട്ടോ. മൊരിഞ്ഞ് വരുന്ന സമയം കപ്പ ഇടണം. അങ്ങനെയാണ് ഇതിൻ്റെ വിഭവം ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാം ഇനി വഴറ്റിക്കൊണ്ടിരിക്കുക. ഉപ്പിട്ടില്ല നമ്മൾ, അതുകൊണ്ട് ഇനി പപ്പ ഉപ്പിടുന്നുണ്ട്. ഈ അപ്പന്മാരും ആണുങ്ങളൊക്കെ വല്ലപ്പോഴും അടുക്കളയിൽ കയറുന്നവർ അവർ കയറി ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പപ്പ ഇതിൻ്റെ എക്സ്പേർട്ടാണ്, കപ്പ കടു വറുത്ത വിഭവം ഉണ്ടാക്കാൻ. അന്നേരം വെളിച്ചെണ്ണ തികയാതെ വന്നപ്പോൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യമേ ഒഴിച്ചത് കുറഞ്ഞു പോയി, അന്നേരം ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ടത് വഴറ്റണം. കപ്പ കടു വറുത്ത വിഭവം അങ്ങനെ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. അന്നേരം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് രണ്ട് രീതിയിലുണ്ടാക്കാം. കപ്പ പുഴുങ്ങിയിട്ട് ബാക്കി വരുന്ന കപ്പയില്ലേ, അത് പകുതി ഇങ്ങനെ അതിൻ്റെ നാരുമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാലും നല്ലതാണ്. ഇത് കപ്പ വേവിച്ചിട്ട് കുഴച്ച് ഉടച്ചുടച്ച് വെച്ചേക്കുന്നതാണ്. ഇത് രണ്ട് രീതിയിൽ അങ്ങനെ ഉണ്ടാക്കാം. എങ്ങനെ എടുത്താലും ടേസ്റ്റാണ് കേട്ടോ. ഇത് ഏത് സമയം വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഉച്ച സമയത്തല്ല, നമ്മുടെ 11 മണിക്കും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരെ ഇത് കപ്പ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാലും നല്ലതാണ്. പിന്നെ നമുക്ക് 4 മണിക്കും കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്, കട്ടൻ ചായയും കപ്പ കടു വറുത്തതും കേട്ടോ. ഞാൻ ഈ വിഭവത്തെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ലായിരുന്നു. ഇവിടെ ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോഴാണ് ഇവിടെ ഇതിങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ അറിയുന്നത് കേട്ടോ. അന്നേരം നിങ്ങളെയും കൂടെ കാണിച്ച് നിങ്ങൾക്കൂടെ ഇത് നിങ്ങളുടെ അറിവിലേക്കൂടെ അറിയിപ്പിക്കാമെന്ന് വിചാരിച്ചു. കപ്പ വെറുതെ പുഴുങ്ങി വെച്ച് നമ്മൾ കളയുന്നതിലും ഭേദമല്ലേ ബാക്കിയിരിക്കുന്ന കപ്പ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്തത്, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അത് മൂക്കുന്ന വരെ പപ്പ ഇങ്ങനെ മൂക്കുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇളക്കി അത് മൂപ്പിക്കണമല്ലോ. ഒന്ന് വഴന്ന് ഒന്ന് മൊരിയാൻ തുടങ്ങുമ്പോഴേക്കും കപ്പ ഇടണം. നല്ല ടേസ്റ്റാണ്. ആ ഉള്ളിയുടെ ഒരു മധുരവും പച്ചമുളകിൻ്റെ ഒരു എരിവും ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കടുവിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഞങ്ങളൊരു 2 കപ്പയാണ് എടുത്തേക്കുന്നത് കേട്ടോ, മീഡിയം കപ്പ. പിന്നെ ഇത് വലിപ്പമുള്ള കപ്പ എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ സാധനങ്ങളുടെ എല്ലാം അളവ് കൂട്ടാം കേട്ടോ. സവാളയുടെയും പച്ചമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും അളവ് കൂട്ടാം. പിന്നെ ഇത് നമ്മൾ കപ്പയുടെ കളറിൽ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ, വെള്ള കളറിൽ. പിന്നെ ചില മഞ്ഞപ്പൊടി ഇങ്ങനെ മഞ്ഞ കളർ ഇരിക്കണമെന്നുള്ളവർക്ക് മഞ്ഞപ്പൊടിയും ഇടാം കേട്ടോ. ഇത് നമ്മൾ വെള്ള കളറിൽ കപ്പയുടെ കളറിൽ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ.
ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴാണ് നമ്മൾ കപ്പ ഇടുന്നത് കേട്ടോ. ഇനി കപ്പ അതിനകത്തോട്ട് ഇടാൻ പോവാണ്. ഇത് നമ്മൾ കപ്പ വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്നതാണ്. കപ്പ ഇനി അതിനകത്തോട്ട് ഇടുകയാണ് കേട്ടോ. മിക്സ് ചെയ്തെടുക്കുക. ആ അരപ്പില്ലേ, ഉള്ളി അതെല്ലാം ഉള്ള ആ അരപ്പിനകത്തോട്ട് കപ്പ ഇട്ടിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. വേറെ പണിയൊന്നുമില്ല. തീർന്നു. അത്രയും 2 കപ്പയാണ് അത്രയും വേവിച്ച് വെച്ചേക്കുന്നത്. ഇത് നല്ലപോലെ വേവിച്ച് ഉടച്ച് വെച്ചേക്കുകയാണ് കേട്ടോ. അന്നേരം ഇനി അതിനകത്തോട്ടിട്ട് ഇളക്കി കുറച്ച് നേരം അരപ്പ് അതിനകത്തോട്ട് നാമണമല്ലോ. ആ സമയം വരെ ഒന്ന് വഴറ്റണം. ഇളക്കി ആ ചേരുവയെല്ലാം അതിനകത്തോട്ട് പിടിപ്പിക്കണം. ഇച്ചിരി കപ്പ വെന്തത് പോലെ ഇരിക്കുന്നതായതുകൊണ്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ ഓരിക്കണം. നല്ല ഇത് മറ്റേ കഷ്ണമായിട്ട് ഇടണമെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പമാണല്ലോ. ഇത് മറ്റേ വേവിച്ചതായതുകൊണ്ട് നല്ലപോലെ ഇളക്കി ചേരുവയെല്ലാം അതിനകത്തോട്ട് അങ്ങോട്ട് ഇറക്കണം. ആ എരിവും ഉപ്പും ഉള്ളിയുടെ എല്ലാ അരപ്പും അതിനകത്ത് കൂടിച്ചേർന്നമല്ലോ. നല്ലപോലെ ഇളക്കിയാൽ വെക്കും. നല്ലപോലെ യോജിപ്പിക്കണം. ഇതാണ് ഞങ്ങളുടെ കപ്പ കടുക് പൊട്ടിച്ചത്. ഇതാണ് ഞങ്ങളുടെ ബീഫ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് തൊട്ട് മുതിർന്നവർക്ക് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റെസിപ്പി നിങ്ങളെല്ലാവരും പരീക്ഷിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.